ബാക്ക് ടു ഷിജൂസ് മെഹന്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെഹന്തി റിലേറ്റഡ് വീഡിയോസ് ഒന്നല്ല കേട്ടോ, ചെറിയൊരു വ്ളോഗാണ്. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് നമ്മൾ ഫാമിലിയിലത്തെ പിള്ളേരിനൊക്കെ ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോയിരുന്നു കേട്ടോ. എടപ്പാൾക്കാണ് കേട്ടോ ഞങ്ങൾ പോയിരുന്നത്. ആദ്യം ഞങ്ങൾ ഫോറം മോളിൽ പോയി, അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം എടപ്പാൾ തന്നെ ഈദ് വിഷുവിൻ്റെ ഭാഗമായിട്ട് മറൈൻ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫിഷിൻ്റെ ഒക്കെ ഒരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. അതിലേക്കാണ് കേട്ടോ പിന്നീട് പോയത്. ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഫിഷിൻ്റെ ഒരു എൻട്രൻസിലാണ് കേട്ടത് തുടങ്ങുന്നത് തന്നെ. പിള്ളേർക്കൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഉയർന്ന സ്ഥലം, പിന്നെ കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകുമ്പോഴാണ് കേട്ടോ കണ്ടില്ലേ ആൾക്കാരൊക്കെ അങ്ങനെ ഒരു ഏരിയക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഫ്ലവേഴ്സ് കൊണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊരു ഇങ്ങനെ ഒരു ആർച്ച് പോലൊരു ഏരിയയുടെ ഉള്ളിൽ കൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കാശ്മീരിൻ്റെ സെറ്റപ്പാണ് കേട്ടോ അവിടെ അവർ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുക്കിയിരിക്കുന്നത്. കാശ്മീരിലുണ്ടാവുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മഞ്ഞിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്നോ ഒക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഉണ്ടാവുന്ന സ്നോയിലുണ്ടാവുന്ന വാട്ടർഫോൾസ്, അതുപോലെ തന്നെ കുറച്ച് ആനിമൽസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ മഞ്ഞിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു കേട്ടോ. അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അവിടെ. പക്ഷേ കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. വലിയവർ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഏരിയ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന മെയിൻ കാര്യം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അവിടെ. കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റിനൊക്കെ പറ്റും. ഈ ഒരു ഏരിയ ഒക്കെ പിള്ളേരൊക്കെ നടന്ന് കാണുന്നുണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സ്നോയുടെ ഏരിയ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് മീനുകളുടെ ഒരു ലോകത്തേക്കാണ് കേട്ടോ. ചെറിയ ചെറിയ അക്വേറിയങ്ങൾ സെറ്റ് കണ്ടില്ലേ. എൻ്റെ മോന് ഭയങ്കര ത്രില്ലാണ്, അവനക്ക് മീൻ വെച്ചാൽ ഭയങ്കര ജീവനാണ്. അവന് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ മീൻ കണ്ടതിൻ്റെ. ചെറിയ ചെറിയ അക്വേറിയങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ട് അതിൽ നല്ല കളർഫുൾ മീനുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ഈ ചെറിയ ആൾക്കും മീൻ ഇങ്ങനെ ബേർഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ആളതിൻ്റെ ഒരു ത്രില്ലാണ്, ആൾക്കും ഭയങ്കര ഇഷ്ടമായി.
കുട്ടി സംഘങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ ഓരോ ഫിഷിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോഴും അതിൻ്റെ ഒക്കെ പേര് പറയുന്നുണ്ട് കേട്ടോ. ഇവർക്ക് എവിടുന്നാണ് ഇതിൻ്റെയൊക്കെ പേര് പഠിഞ്ഞിരുന്നെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മോനൊക്കെ എല്ലാ ഫിഷുകളിലും പേര് പറയുന്നുണ്ട്. ഇത് ഇന്ന ഫിഷാണ്, ഇത് ഇന്ന ഫിഷാണെന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാത്തിൻ്റെയും പേര് പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര നല്ല വെറൈറ്റി ഫിഷസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. വലുതും ചെറുതും കളർ മീനും ഒരുപാട് വെറൈറ്റി ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്താ കാട്ടേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവരങ്ങനെ ഓടി നടന്ന് കാണുമായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഓരോ ഫിഷിനെയും തൊട്ടിട്ട് അതിൻ്റെ പേരൊക്കെ പറയുമായിരുന്നു കേട്ടോ എല്ലാവരും. ഫിഷിൻ്റെ ഏരിയ ഒക്കെ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഏരിയക്ക് കടന്നപ്പോൾ അവിടെ മെർമെയ്ഡാണ് ഇട്ടുണ്ടായിരുന്നത്. ഒരു ഫിലിപ്പീനി ഗേൾ മെർമെയ്ഡിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഫ്ലൈയിങ് കീസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നീന്തി ഇതിൻ്റെ 4 ഭാഗത്ത് നിന്നിട്ടും കാണാം കേട്ടോ. കണ്ടില്ലേ, ബാക്ക് സൈഡിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതിൻ്റെ സൈഡിലും നിൽക്കുന്നുണ്ട്. ആളിങ്ങനെ വെള്ളത്തിലിങ്ങനെ നീന്തി നീന്തി എല്ലാവരുടെയും വിഷ് ചെയ്ത് കുറച്ച് നേരം മുകളിൽ പോയിട്ട് ആളൊന്ന് ബ്രീത്ത് എടുത്തതിൻ്റെ ശേഷം പിന്നെ വീണ്ടും താഴെ ഇറങ്ങി വരും. എന്നിട്ട് കുട്ടികളിനെയും വലിയവരിനെയൊക്കെ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോകണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മെർമെയ്ഡിനെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഞാനങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇത്രയും നേരം വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. അത്ഭുതം ഉണ്ടായിരുന്നു, എനിക്ക് പാവം തോന്നി. ഇത്രയും നേരം വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നിൽക്കണ്ടേ, എന്താവും അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ ആളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിൽ പോയിട്ട് ബ്രീത്ത് എടുത്തിട്ടാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ആൾ കുറേ നേരം ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്തു കേട്ടോ. മുകളിൽ പോയിട്ട് ഞങ്ങളെ സൈഡിൽ കൂടെ കണ്ട ആൾ അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇറങ്ങി വന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവരും മെർമെയ്ഡിൻ്റെ വിഷ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി ഹായ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മക്കളായാലും ഭയങ്കര അത്ഭുതത്തോട് ഇട്ടതൊക്കെ നോക്കി കണ്ടിരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇത് നമുക്കുള്ളതല്ല മറൈൻ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. കുട്ടികളിലൊക്കെ ആയിട്ട് പോയാൽ അവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ ഫിഷിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഇനി അവിടുന്ന് നെക്സ്റ്റ് ഏരിയക്ക് കടക്കുമ്പോൾ അവിടെ കുറേ ഇങ്ങനെ സ്റ്റോളുകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സ്, ബുക്സ്, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. കുറച്ച് ഏരിയ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെയൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ അവിടെ കുറേ ഫുഡിൻ്റെ ഒക്കെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ഫുഡ്, ഐസ്ക്രീംസ്, പൊട്ടാറ്റോ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ഗ്രൗണ്ടിൽ കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആകാശക്കപ്പലിലൊക്കെ കയറിയിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഒരു റൈഡിൽ കയറാൻ 100 റുപ്പീസ് മുതലാണ് കേട്ടോ ഉള്ളത് അവിടെ. അപ്പോൾ ആകാശക്കപ്പലിലൊക്കെ കയറി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ പുറത്തിറങ്ങാൻ പറ്റും കേട്ടോ. പിന്നീട് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. എടപ്പാൾ തന്നെയുള്ള TNTയിലേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ എടപ്പാൾ ഏരിയയിലേക്ക് വരൽ കുറവാണ് കേട്ടോ. പെരുമ്പിലാവ്, കുന്നംകുളം ആ ഏരിയയിലാണ് കൂടുതൽ ഫുഡ് കഴിക്കാൻ പോവാറ്. TNTനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഷവായാണ് കേട്ടോ പറഞ്ഞിരുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നല്ല ഫുഡാന്ന് തന്നെ കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.